Hi, praise Lord once again. Welcome to another session of Uplifting Souls. In Uplifting Soulsന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും എല്ലാ സെഷനും പറഞ്ഞു തുടങ്ങുന്നത് വലിയൊരു ഇൻട്രോ ആണ്. ഇന്ന് എനിക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ബിക്കോസ് ഞാൻ ഇന്ന് തുടങ്ങിയപ്പോഴേ തന്നെ പറഞ്ഞു whether I don't know whether you will believe or not എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയെടുത്ത് പറഞ്ഞത്. There are two generation, two അല്ല അതിൽ കൂടുതൽ generation is there, which is your fan. നമ്മളെല്ലാവരും വലിയൊരു ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയണ്ടേ, കാരണം മൈ ആൻഡ് ഷീ ഈസ് ഓൾസോ ഹിസ് ഫാൻ, ആൻഡ് മോള് എന്റെ കസിൻ ഉണ്ട്, പുള്ളിക്കാരത്തെയും ഫാനാണ്. കുറെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സെഷൻ കേൾക്കാൻ. ആൻഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്താ പറയാ, ടൈം വേസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. സോ ലെറ്റ്സ് വെൽക്കം ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു റോബിൻസൺ ഷാലു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. Thank you for having me. Thank you. It's my pleasure. So, hi. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു. ഇങ്ങനെ ബോംബെയിൽ ഇപ്പൊ മഴയാ. മഴ എന്ന് പറഞ്ഞാൽ എന്താ തോരാത്ത മഴ. Is it the right word? വ്യൂവേഴ്സിനോട് പറഞ്ഞു എന്നെ മലയാളമൊക്കെ ഇറ്റ്സ് ഓൾ. ഓക്കെ, ആദ്യം ഞാൻ അത് പറയാം. യൂഷ്വലി നമുക്ക് കാണുന്നവർ ചോദിക്കാറുള്ളതാണ് മംഗ്ലീഷ് എന്താ പറയണെന്ന്. ഒന്നാമത്തെ കാര്യം, അറിയാത്ത വാക്കുകളാണ് കഴിവതും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന് ഹീസ് ഓൺലി കംഫർട്ടബിൾ വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. എന്നാലും പുള്ളി മാക്സിമം ഇന്ന് ട്രൈ ചെയ്ത് മലയാളത്തിൽ സംസാരിക്കാമെന്ന് നമുക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് അടങ്ങുന്നുള്ളൂ. അത്രേ ഉള്ളൂ. സോ ഹായ്. സോ ഇപ്പം എവിടെയാ? മുംബൈയിലാണെന്ന് പറയുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്. My wife's name is Subin. My daughter's name is Malar. And yeah, so we are three. ബോംബെയിൽ കാന്തിലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഞങ്ങൾ സാന്റക്രൂസിലായിരുന്നു. അറിയത്തില്ല, ബോംബെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഇവിടുത്തെ ജോഗ്രഫി ഒക്കെ. സാന്റക്രൂസ് എയർപോർട്ട് ഒത്തിരി അടുത്താ. ഞങ്ങൾ റീസെന്റ് ഒരു 3 weeks ആയെന്ന് തോന്നുന്നു, 3 weeks ആയി ഞങ്ങൾ കാന്തിവിലോട്ട് ഷിഫ്റ്റ് ആയിട്ട്. സോ ഒരു പുതിയ വീടാ. സോ വി ജസ്റ്റ് പുതിയ വീട് ഫോർ അസ് because it's new for us. Yeah, so settling down. Okay, fine. അതല്ലാതെ വീട്ടിലാരൊക്കെയുണ്ട്? So എന്റെ നാടെന്ന് വെച്ചാൽ my place where I was born and brought up, ജനിച്ചു വളർന്ന place ബിലായ് എന്ന് പറഞ്ഞ സ്ഥലം. So earlier അത് it was in a state called MP, മധ്യപ്രദേശിലായിരുന്നു ബിലായ് ദുർഗ് അങ്ങനെ. പക്ഷെ അത് ഐ തിങ്ക് 2099 2000 എങ്ങാണ്ട് അത് 2 ഭാഗമായി മാറി, 2 സ്റ്റേറ്റ്സ് ആയി, MP ആയി, പിന്നെ ഛത്തീസ്ഗഡ് ആയി. സോ ബിലായ് നൗ ഇസ് ഇൻ ഛത്തീസ്ഗഡ്. സോ അവിടെ എന്റെ ഡാഡിയും മമ്മിയും ഈവൻ എന്റെ അച്ഛനും അമ്മച്ചിയും, ഡാഡിയുടെ പേരൻസും മമ്മിയുടെ പേരൻസും നാട് വിട്ട് കേരളം വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് ബിലായ് സ്റ്റീൽ പ്ലാന്റില്. ബിലായ് സ്റ്റീൽ പ്ലാന്റ്, ഐ തിങ്ക് എവറിബഡി നോസ് ബിലായ് സ്റ്റീൽ പ്ലാന്റ്. സോ അവിടെ എംപ്ലോയീസ് ആയിരുന്നു. സോ അങ്ങനെ ആക്ച്വലി in Kerala, I don't think ഞങ്ങൾക്ക് അത്രയും ഒരു റൂട്ട് അങ്ങനെ ഇല്ല. ബിക്കോസ് അപ്പച്ചൻ അമ്മച്ചി ബോത്ത് സൈഡ്സ് ദേ ലെഫ്റ്റ്. സോ ഡാഡി അവിടെ ജനിച്ചു വളർന്നത്. സോ ഡാഡി സെർവ്ഡ് ദ ലോർഡ് ഇൻ അവിടെ വേല ചെയ്ത ബിലായില്. സോ വീട്ടിലിപ്പം മമ്മിയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട് സോഫിയ, പിന്നെ അപ്പച്ചൻ അമ്മച്ചിയുണ്ട്, പിന്നെ ഡാഡിയുടെ അനിയൻ സാംസൺ നൈനൻ. പുള്ളിക്കാരൻ വേല ചെയ്യുന്ന ഒരു വേറെ സ്ഥലത്ത്, ഒരു 200 kilometers ഫ്രം ബിലായ്. സോ അവർക്ക് അവിടെ ഒരു സ്കൂളുണ്ട്. സോ അവിടെ മൈ ബ്രദർ, ഹീസ് ദ മിഡിൽ ഷെഫേഴ്സൺ. സോ ഹീസ് വിത്ത് ഹിസ് ഫാമിലി, വൈഫും രണ്ട് മോളുണ്ടാവുന്നു. സോ അവര് ഫാമിലി ആയിട്ട് അവിടെ സെർവ് ചെയ്യുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു. സോ യാ. സോ നമ്മള് സോഫിയനെ എല്ലാരും കാണാൻ തുടങ്ങി തോന്നല്ലേ? ബിക്കോസ് സോഫിയയും രണ്ടുപേരുടെ ഡുവേഴ്സ് നമ്മൾ കാണാറുണ്ട്. കുറെ സോങ്സിന്റെ ഇപ്പം വരുന്നുണ്ട്. സോ എല്ലാവർക്കും ഇപ്പം റോബിൻസന്റെ കൂട്ടുകാരെ സോഫിയനെ പരിചയമായി തുടങ്ങി അല്ലെ? ഞങ്ങൾ ഒത്തിരി എന്തുവാ, എനിക്കും സോഫിയുടെ ഇടയിൽ ഒരു 13 years ഗ്യാപ്പ് ഉണ്ട്. ഒരു സർപ്രൈസിംഗ് തിങ് ഫോർ മീ, കാരണം എനിക്ക് വേണ്ടി അനിയനും തമ്മിലുള്ള ഗ്യാപ്പ് 19 years ആണ്. ഞാൻ കഴിഞ്ഞ് 19 years കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അവന് 10 വയസ്സ് കഴിഞ്ഞു. സോഫി ഒരു ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് പറയാം. ഞങ്ങൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ വി ഷുഡ് ബി 5. മമ്മിക്ക് ആക്ച്വലി ഇനീഷ്യലി മിസ്കാരേജ് ഒക്കെ ഉണ്ടായിരുന്നു. സോ
ഞാനും ഷെഫിനും കഴിഞ്ഞു, ഷെഫേഴ്സിനും കഴിഞ്ഞ് 13 years ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് വി റിയലി വാണ്ടഡ് ഒരു പെങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം, യുനോ. മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കുക, യുനോ. Even when she know that she is carrying, we wanted a girl when we so fervently prayed. ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കായിരുന്നു അന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടെ മെച്ചർ ആയി കഴിഞ്ഞാൽ, ഐ മീൻ യു ഡോണ്ട് പ്രേ ഫോർ സിലി തിങ്സ്, നോ. നമ്മൾ ഒത്തിരി സീരിയസ് മാറ്റേഴ്സിന് പ്രേ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ മടിക്കുന്നവരെ ഇപ്പൊ മെച്ചർ ആയി കഴിഞ്ഞു. ഒത്തിരി പ്രാർത്ഥിച്ചു. വി ആർ പ്രിറ്റി ക്ലോസ് ടു സോഫി. വി കോൾ ഹർ സോഫി. Okay. That is correct actually. കുറച്ച് നമ്മുടെ പ്രായമാവുന്നതിന് മുമ്പ്, ഇവൻ ഇപ്പൊ എന്റെ മോൻ 5 വയസ്സായി. അപ്പൊ അവൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ഇന്ന് നാളെ ഇവിടെ മഴ ഉണ്ടെന്ന് പ്രഡിക്ഷൻ ഉണ്ട്. അപ്പം പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇവിടെ പ്രാർത്ഥനയാണ്, നാളെ ഈജിപ്തിൽ മഴ പെയ്യിക്കുമോ മഴ പെയ്യിക്കത്തില്ല എന്നൊക്കെ. അത് നമ്മൾ മറക്കല്ല. നമ്മള് മെച്ചൂർ ആവുമ്പോഴും, ഐ മീൻ നമ്മളിങ്ങനെ ഏജ് നമ്മുടെ കൂടുമ്പോഴും ആ കാര്യം മറക്കല്ല. ഐ മീൻ ഐ ലേൺ ദിസ് ഫ്രം മൈ വൈഫ്. അവൾ ഇപ്പോഴും സിലി കാര്യത്തിനൊക്കെ പ്രാർത്ഥിക്കും. ഇപ്പൊ 7 വർഷമായി കല്യാണം കഴിഞ്ഞു. സോ ഇനീഷ്യലി എനിക്കൊരു വല്ലാത്ത, നീ എന്തിനാ ഇതിന് പ്രാർത്ഥിക്കുന്നു, ഐ യു പ്രേയിങ് ഫോർ ദിസ്, God knows it, no, but God will listen to those prayers also. So I think we should look back നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ തിരിഞ്ഞു നോക്കി, how we prayed and what we prayed for, എന്തിനു പ്രാർത്ഥിച്ചു എന്തിനൊക്കെ. We should continue to do that. Yes. True. So what you are doing right now, ipo endana? So ഞാൻ ആക്ച്വലി ഐ എം എ മ്യൂസിക് പ്രൊഡ്യൂസർ. മ്യൂസിക് പ്രൊഡ്യൂസർ ഇപ്പം, ഐ മീൻ ഇറ്റ്സ് എൻ ഓൾഡ് ടേം, പക്ഷെ മ്യൂസിക് അറേഞ്ചർ എന്നൊക്കെ പറയും. നാട്ടിൽ ഓർക്കസ്ട്രേഷൻ ടേം കേട്ടിട്ടുണ്ടാവും ആൽബമിലൊക്കെ. സോ അതാണ് ബേസിക്കലി ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഞാനൊരു ഫ്രീലാൻസറാ. ബോംബെയിൽ ഞാൻ കമേഴ്ഷ്യലായിട്ടും സെക്യുലർ ഫീൽഡിലും വർക്ക് ചെയ്യും. ഞാൻ ആഡ്സും ജിംഗിൾസും പിന്നെ മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ മ്യൂസിക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ പാടും. ഐ തിങ്ക് പാൻഡമിക് കഴിഞ്ഞ കുറച്ചുകൂടെ ഞാൻ ഗോസ്പിൾ മ്യൂസിക്കിലോട്ട് ഇൻക്ലൈൻഡ് ആയ. ബിഫോർ ദാറ്റ് ഐ വാണ്ടഡ് ടു വർക്ക്. എനിക്കൊരു സ്വന്തമായിട്ടൊരു ചെറിയ ചാനലുണ്ട്. സോ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ നല്ലതായിട്ട് വെളിയിൽ നിന്ന് പണിയെടുക്കുക. ബോംബെ, യു നോ റൈറ്റ്, ബോംബെ ഇസ് നോൺ ഫോർ ഓൾ ദ charm and all the glamour and everything obviously. And അങ്ങനെ സെക്യുലർ ആയിട്ട് വർക്ക് ചെയ്ത് എൻ്റെ ക്രിസ്ത്യൻ്റെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. എനിക്ക് പഴയ പാട്ടുകളൊക്കെ നല്ല വേർഷൻ ഇറക്കണമെന്ന്, റീപ്രൈസ് വേർഷൻ, ഒരു നല്ല വേർഷൻ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചേർച്ചിലൊക്കെ കുറെ പാട്ടുകൾ പാടും. സോ ആ പാട്ടിലൊക്കെ അതിന് നല്ല വേർഷൻസ് ഇല്ല, ഉണ്ട് ഒത്തിരി. ഇറ്റ് സൗണ്ട്സ് വെരി ഓൾഡ്. സോ നമ്മുടെ കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആയിട്ട് ഒരു കണ്ടംപററി വേർഷൻ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ അങ്ങനത്തെ പാട്ടുകളൊക്കെ ചെയ്താൽ തുടങ്ങിയത്. ബട്ട് ആഫ്റ്റർ പാൻഡമിക് എനിക്ക് വെളിയിൽ വർക്കൊന്നും ഇല്ലാതായി. സോ പക്ഷെ ഗോസ്പിൾ വർക്ക്സ് കൂടുതൽ ആൾക്കാർ വിളിക്കുകയും പാടാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ. അതിപ്പം ഐ തിങ്ക് അത് കഴിഞ്ഞ എന്തോ ഐ എം ഗോസ്പിൾ സിംഗർ ആയിട്ട്, യുനോ, I mean people have started knowing me as gospel singer. So that is basically what I do. So sorry, there was some connection. I don't know. We are back. എവിടെ കട്ടായി? നമ്മള് എന്താ പറയാ, ഇത് എടുക്കണം എന്നാണ് പറഞ്ഞത്. What I'm doing now. അത് ഫുൾ മിസ് ഇല്ല, ഫുൾ മിസ് ആക്കില്ല. നമ്മള് പകുതി വരെ പറഞ്ഞോളൂ. സോ ഞാനിപ്പം ഇതുണ്ട്, പഴയ സോങ്സ് ഒക്കെ അതായിരുന്നു പ്ലാൻ, ഇനീഷ്യൽ പ്ലാൻ. പിന്നെ ഇപ്പോ ഗോസ്പിൾ വർക്ക്സ് ഒക്കെ, ഗോസ്പിൾ സോങ്സ്, ഐ മീൻ ഗോസ്പിൾ സോങ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സോങ്സ്, ഐ മീൻ സോങ്സ് ദാറ്റ് ടോക്ക് അബൌട്ട് ക്രൈസ്റ്റ്. സോ അതൊക്കെ ഐ തിങ്ക് ആഫ്റ്റർ പാൻഡമിക് കഴിഞ്ഞ കുറച്ചുകൂടെ അങ്ങനെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ വാസ് ഓൾസോ ഇൻവോൾവ് അങ്ങനെ. സോ ബേസിക്കലി ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. പാടുന്നുണ്ട്, മ്യൂസിക് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്, പിന്നെ ആഡ്സും ജിംഗിൾസും. എനിക്ക് തോന്നുന്നു കരിയറിലെ ഒരു ഹൈപ്പ് തന്നെയാണ് നീല ആസ്മാൻ അല്ലേ? ഐ മീൻ അതൊരു എന്താ, ഞാൻ ഈ ലെവലിലൊക്കെ എത്തുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഐ മീൻ റെക്സ് മീഡിയയിലെ ബോബിച്ചാൻ, ഹി വാസ് വെരി കോൺഫിഡന്റ്. ആൻഡ് അത് ഐ മീൻ എവറിബഡി ലവ്സ് ആ പാട്ട്. എല്ലാവർക്കും അറിയാം, അതൊരു പാൻ ഇന്ത്യ റീച്ച് ഉണ്ട് ആ പാട്ടിന്. ഐ മീൻ ഇറ്റ്സ് എ നേഷൻ
ഇന്ത്യയിൽ മാത്രമല്ല US എവിടൊക്കെയോ ബിലീവേഴ്സ് ആർ ദേർ, ഇന്ത്യൻ ബിലീവേഴ്സ്, അവിടെ എല്ലാവർക്കും ഈ പാട്ട് അറിയും. സോ ഐ ന്യൂ പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ്, പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു I did not. I'm thankful to that. We have heard your father's version. നമ്മൾ കേട്ടിട്ടുണ്ട്. Where it is very simple. Like അതിനെ നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ ഒരു എന്താ പറയാ നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് വേറെ അതൊരു അതൊരു എന്തോ ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. it started off with the Rex Media approaching and doing this song, and it was his idea basically. So പുള്ളിക്കാരന് നല്ല വിഷൻ ഉണ്ട്. ബോബിച്ചൻ, he has a great vision and he knows what works and what does not work, and I'm glad God is using him. And വർക്ക് ചെയ്യുന്നോണ്ട് പുകഴ്ത്തിയൊന്നും പറയല്ല, പക്ഷെ it was his idea. ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഇങ്ങനെ റിതം ചെയ്യാം. സോ എല്ലാരും കൂടെ വർക്ക് ചെയ്യുമ്പം ഒരു പാട്ടിന് ആ ഒരു വേറെ ലെവലിൽ അത് എത്തും. അതുകൊണ്ട് but it came out really well and it is being used. God is using it, so I'm really happy. And moreover, last session നമ്മുടെ ഷാരോൺ പറഞ്ഞതുപോലെ പല ആൾക്കാരുടെ ഡ്രീം ആണ് പുള്ളി അത് എന്താ പറയാ അതൊന്ന് ഇതാക്കണത് അല്ലെ. കാരണം എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്, ഒരു സോങ് പാടണം, അല്ലെങ്കിൽ അവരവരുടെ സോങ് ഇത്രയൊരു വേറൊരു രീതിയിൽ. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ നമ്മുടെ പാട്ട് ഇറക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊരു ഇന്റർനാഷണൽ വേർഷൻ രീതിയിൽ പുള്ളി അത് ചെയ്യുന്നുണ്ടല്ലേ. It's a big thing. അതൊരു എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ആ വിഷൻ ഉണ്ടാവില്ല. പിന്നെ ഡെഡിക്കേഷൻ, അത് നമുക്കും ഇല്ല. ആ ഡെഡിക്കേഷൻ അത്രയും മ്യൂസിക് ഫീൽഡ് ഉണ്ടായിട്ട് ആ ഡെഡിക്കേഷൻ എനിക്ക് എപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ. ആ ഡെഡിക്കേഷൻ സെക്യുലർ വർക്ക് ചെയ്തിട്ട് സമയം മാറ്റി വെച്ച് ഈ പണിക്ക് പുള്ളിക്കാരൻ ഓൾവേസ് എക്സൈറ്റഡ് ഫോർ ദിസ്. എപ്പോഴും ഇതേ ഉള്ളു സംസാരം. ഈസ് ഓൾവേസ് എക്സൈറ്റഡ് ആൻഡ് ദാറ്റ്സ് റിയലി അമേസിങ്. അതും വലിയൊരു ജോബ് ഒക്കെ ചെയ്യുന്നുണ്ട്, വീട് നോക്കുന്നത്, everything is there, but for this he has is amazing. So yeah. When did you start singing? പാട്ട് എന്നോളാണ് തുടങ്ങിയത്? പാട്ട് ആക്ച്വലി സിംഗിങ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻഹെറിറ്റഡ് സാധനമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. ഒരു മിനിറ്റ് അത് പറയാൻ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് അതിനെ കുറിച്ച് പറയാലോ? Yeah, why not? Okay. നമ്മള് can hear the piano, right? So ഈ പാട്ട് ആക്ച്വലി ഡാഡി പാടിയതായിരുന്നു. Before his passing, my dad passed away last year, April 28th, 2021. പുള്ളിക്കാരൻ he went to glory. And ഈ പാട്ട് എനിക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ട് ഈ പാട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതൊരു സിമ്പിൾ, വെരി സിമ്പിൾ സോങ്, പക്ഷെ ഇത് ദിസ് ടോക്സ് അബൌട്ട് നമ്മുടെ എന്ത് പറയുന്നത്, ഹിന്ദി എല്ലാവർക്കും മനസ്സിലാവത്തുണ്ട്. I'll just say the meaning of this. It talks about the second coming, രണ്ടാം വരവ് കർത്താവിന്റെ. And അപ്പോ I'll just try to put it in Malayalam. So it says, so when Jesus would come, കർത്താവ് വരുമ്പം he'll call out my name, मेरा नाम पुकारेगा, and I'll be with him. എല്ലാവരും നമ്മൾ ചേർന്ന്, കർത്താവിനെ വിശ്വസിക്കുന്നവര്, everyone who is a born again believer, നമ്മൾ എല്ലാവരും will go and he will keep his promise. That's his promise. ആ ഹോപ്പിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. And the best part was April 28th രാവിലെ ഡാഡി മരിച്ചു. ആൻഡ് അതിന് ഒരു 2-3 ദിവസം മുമ്പേ അവിടെ ഫാമിലി, ഡാഡിക്ക് കോവിഡ് ഒക്കെ ആയി, ഡാഡി മമ്മി എല്ലാവരും ഫുൾ ഫാമിലി. അങ്ങനെ ആയപ്പോ അവരിന്ന് ഈ പാട്ട് പാടി. ആൻഡ് ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്, ഡാഡി ഈ പാട്ട് പാടി. And that's such a hopeful song. അന്ന് I guess I've seen that. You were there, mother were there. I was not there, my brother was there. Your brother. So daddy, എന്റെ ബ്രദർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഗുജറാത്തിലാ. His wife's home is in Gujarat. She had just delivered a baby, the second daughter they have. And my dad was very close to all his daughter-in-law nu parayan pattilla, daughters. So avale pick cheyanayittu they drove from Billard to Gujarat. അവള് പ്രഗ്നൻസി കഴിഞ്ഞു, 2-3 മാസമായിരുന്നു. അപ്പം അനിയനും ചേർത്ത് അവര് പോയി. അങ്ങനെ അവിടെ പെട്ടുപോയി. കോവിഡ് ആയി പോയി.
പിന്നെ അങ്ങനെ അപ്പൊ ആ റിക്കവറി മൂവ്മെന്റിൽ എങ്ങാണ്ട ഇവര് നീ പാട്ട് പാടുന്നത്. അപ്പൊ യുനോ മമ്മി ഇപ്പോഴും പറയും, എനിക്ക് ആ പാട്ട് പാടിയപ്പോ എനിക്ക് ആ ഒരു ഫീലിംഗ്, യുനോ ഷി ഫെൽറ്റ് ദാറ്റ് ഹിസ് ടൈം ഇസ് ക്ലോസ്. ഷീ ഈസ് ക്രൈങ് അൺനോയിങ്ലി. ആൻഡ് ആ വിസിറ്റില് ഐ മീൻ ഐ ഹോപ്പ് ഐ എം നോട്ട് ടേക്കിംഗ് ടു മച്ച് ടൈം. യുനോ ആ ഒരു സമയത്ത് ഈവൻ മൈ അങ്കിൾ, ഡാഡ്സ് ബ്രദർ, ഈവൻ മൈസെൽഫ്, യുനോ ഞങ്ങൾക്കൊരു എന്തോ ഒരു ഫീലിംഗ്, പ്രോബ്ലി കർത്താവ് ഞങ്ങളെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒട്ടും ഡാഡി പോകുന്നൊരു, ഡാഡി എപ്പോഴും ടിൽ ആർ ലാസ്റ്റ് ഡേ ഹിൽ ബി ദേർ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന് വേറെ പ്ലാൻസ്. ഐ മീൻ നമ്മൾ ഒരാളെ നോക്കി ഇങ്ങനെ എന്തോ വിശ്വസിച്ചിരിക്കും. ഡാഡി ഭയങ്കര ഞങ്ങളുടെ ഇൻവോൾവ് ഒരു പേഴ്സണാ ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും, എല്ലാ ആസ്പെക്റ്റിലും. എൻ്റെ ടീനേജ് ആവട്ടെ, ചൈൽഡ്ഹുഡ് ആവട്ടെ, മാരേജ് ആവട്ടെ, ഈസ് എ വെരി എല്ലാവരുടെ ലൈഫിൽ ഇൻവോൾവ് ആണ്. അങ്ങനെ ഒരാള് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ടാണ്. ആൻഡ് വി നെവർ ഇമാജിൻ. ആൻഡ് ഹി വാസ് സിംഗിങ് ദിസ് സോങ് ആൻഡ് വി ഓൾ ഹാഡ് ഫെൽറ്റ്, മൈസെൽഫ്, എൻ്റെ അങ്കിൾ പറഞ്ഞിട്ടുണ്ടാവും. സോ കർത്താവ് ഞങ്ങളെ പ്രിപ്പയർ ചെയ്തു 28th for April 28th, you know, and he sang this song and which talks about this. And I feel daddy was ready. He had done everything God had entrusted him. കർത്താവ് തന്നെ ഏൽപ്പിച്ച ഫുൾ കാര്യങ്ങൾ ഡാഡി ചെയ്തു തീർത്തു. ഇനിയും ഈ ലോകത്ത് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലായിരുന്നു. And that was his time, and he called and he went. So yeah, that's the background. And I would like to sing probably a verse, so I'll just sing for you. मेरा नाम पुकारेगा उस दिन, प्रभु यीशु जब वो आएगा, उसके अपने ही लोग उठा लिए जाएंगे, उसका वायदा भी उस दिन पूरा होगा. मेरा नाम पुकारेगा उस दिन, प्रभु यीशु जब वो आएगा, उसके अपने ही लोग उठा लिए जाएंगे, उसका वायदा भी उस दिन पूरा होगा. मेरा नाम पुकारेगा उस दिन. श्राप के दलदल में मैं जब गिरा था, अनुग्रह का सागर मुझ में भर दिया. श्राप के दलदल में मैं जब गिरा था, अनुग्रह का सागर मुझे भर दिया. मेरा रहबर मेरा साथ रहा, सारा बोझ भी समाप्त है किया. मेरा रहबर मेरा साथ रहा, सारा बोझ भी समाप्त है किया. मेरा नाम पुकारेगा उस दिन, प्रभु यीशु जब वो आएगा, उसके अपने ही लोग उठा लिए जाएंगे, उसका वायदा भी उस दिन पूरा होगा. मेरा नाम पुकारेगा उस दिन. Thank you so much. Actually, ഞാനിതിന്റെ പപ്പ പാടി വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. So his sound is like very different feeling ആണ് നമുക്ക് തരുന്നത്, and your sound is like a melodious feel ആണ് തരുന്നത്. ഡാഡി ഒത്തിരി എന്തോ ഒരു ഡാഡി കൺവെൻഷൻ സിംഗറാ. ഐ മീൻ പണ്ടൊക്കെ ഡാഡി, അയ്യോ ഡാഡിയുടെ സൗണ്ട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൺട്രോൾ ചെയ്താ പാടുന്നത്. ഡാഡിക്ക് അങ്ങനെയൊന്നുമില്ല, ഫുൾ ത്രോട്ടിൽ, ഫുൾ സൗണ്ട്. ഐ മീൻ ഹിന്ദിയിലൊക്കെ ബുലന്ദ് ആവാസ് എന്ന് പറയും. ഐ മീൻ യുനോ ദ ലൗഡ് എന്തോ ഒരു വെൻ ഹി സ്റ്റാൻഡ്സ്, മൈക്കൊന്നും വേണ്ട, ആ അക്കോർഡിനും പുള്ളിക്കാരന്റെ ശബ്ദം മതി. സോ എപ്പോഴും എന്നോട് ഞാൻ പാടാനൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ പറയും, ഇവിടെ കുറച്ചുകൂടെ സൗണ്ട് ഒക്കെ വേണം, കുറച്ചുകൂടെ യു ഷുഡ് ഹാവ് മോർ എനർജി ഇൻ യുവർ വോയിസ് എന്നൊക്കെ പറയും. സോ എനിക്ക് തോന്നുന്നു അവിടെ നമ്മള് ഒരാള് പാടുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ആർക്ക് വേണ്ടിയാ പാടുന്നതുണ്ട്. മേ ബി ഐ ഗെസ് യുവർ ഫാദർ ഈസ് സിംഗിങ് ഫോർ കർത്താവിന് വേണ്ടി പാടുന്ന ആ ഒരു എന്താ പറയുക, ഫുൾ പവർ ഓൺ
എന്താ പറയാ ഒരു Very പവർ much. പാക്ക് ആ ഒരു വോയിസിലാണ് പാടുന്നത്. സോ ഐ Yeah, yeah. ജസ്റ്റ് ലവ് യുവർ father's version more എന്ന് പറയാം. That is Yeah. why I really wanted you to sing this. I am. Yeah. Yes. That he was never worried about what note he's hitting, if he's gonna go flat. I mean, when I'm singing, I'm worried about that also. You know, Yeah. the feel ഉണ്ടാവണം, അവിടെ വിബ്രാട്ടോ ഉണ്ടാവണം, അവിടെ ശബ്ദത്തിന്റെ വെലോസിറ്റി കുറയണം, ഡൈനാമിക് ഉണ്ടാവണം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പാടുമ്പോഴൊക്കെ. പക്ഷെ ഡാഡി അങ്ങനല്ലായിരുന്നു. And obviously he was not he did not sing this. He sang for God and himself and for the glory and the ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് പുള്ളിക്കാരൻ പാടി. ഇങ്ങനെ ഡാഡി ആൽബത്തിലൊക്കെ പാടിട്ടുണ്ട്. ഡാഡി പ്രൊഡ്യൂസ് ചെയ്ത ആൽബം ഒക്കെ 90s ഞങ്ങള് കുഞ്ഞു പിള്ളേരായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പൊ നമ്മളൊക്കെ ടേക്ക് ചെയ്ത് പാടുമല്ലോ, കുറെ ടേക്സ് ഒക്കെ ചെയ്യും, നമ്മള് കുറച്ച് ട്യൂണിങ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ടെക്നോളജി ഒക്കെ ഉണ്ട്. പണ്ട് ആ കാലത്ത് എനിക്ക് ആ സ്പൂളിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഐ റിമെമ്പർ. കൊച്ചിയിൽ അന്ന് റെക്കോർഡ് ചെയ്ത ഫസ്റ്റ് ആൽബം ദയാസാഗർ 1 എന്ന് പറയും. ആ കാലത്തൊക്കെ ഡാഡി 1 ടേക്ക് പാടിയിട്ടുണ്ട്. ആൻഡ് ഐ ലിസൺ ടു ദോസ് ആൽബംസ് ആൻഡ് ഐ എം സോ അമേസ്ഡ്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. 1 ടേക്ക് പാടണം. ആൻഡ് സോ ദാറ്റ് ഈസ് അമേസിങ്. സോ പുള്ളിക്കാരൻ പാടുമ്പം അതിപ്പോഴും ആൾക്കാർ, നമ്മളെയൊക്കെ അറിയുന്ന ആൾക്കാർ ഇപ്പോഴും പറയും ഡാഡി പാടുന്ന ആ ഫീൽ, അത് ദാറ്റ് വിൽ ബി സംതിങ്. ആൻഡ് ഒബ്വിയസ്ലി അതില്ലാ അതെനിക്ക് അത് ഓൾവേസ് ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അത് കാരണം രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്. ബിക്കോസ് ഹി ഡസന്റ് മൈൻഡ്. എനിക്ക് തോന്നുന്നു അതാണ് നമുക്കിപ്പം ഒരു പുതിയ ജനറേഷൻ ഏറ്റവും കൂടുതൽ കുറവായിട്ടുള്ള ഒരു കാര്യമാണത്. വി ലാക്ക് ദാറ്റ്. കാരണം നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ വി ലീവ് ലൈക്ക് നമ്മൾ ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞാൽ അത് ശരിയാവും. വി ഓൾ ലൈക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇഫ് വി ലുക്ക് ആഫ്റ്റർ ഒരു 2-3 ജനറേഷൻ ബാക്കിലേക്ക് നോക്കിയാൽ അവര് വരുന്നു, ദി ഡോണ്ട് ഈവൻ കെയർ ലൈക്ക് ആൾക്കാർ എന്ത് നോക്കുന്നു, പറയുന്നു, അടുത്തിരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും പറയുമോ. ദേ ജസ്റ്റ് സാങ് ലൈക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് ഈവൻ ഇഫ് വി ഗോ ടു അവർ ഓൾഡ് ചേർച്ചസ് ചില ആൾക്കാരോട് നമുക്ക് പാടാൻ പറ്റത്തില്ല. ആൻഡ് വിൽ ബി ലൈക്ക് നമ്മൾ അത് ഇപ്പോഴും കംപ്ലൈന്റ് ആയിട്ട് പറയും. വിൽ ബി സെയിങ് ലൈക്ക് ആ അങ്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ല ബിക്കോസ് പിച്ച് ഇസ് ഡിഫറെന്റ് ആണ്, ആ പിച്ച് ഇസ് ഡിഫറെന്റ് പറയുന്നത്. So that is really amazing. നമ്മളത് കാണേണ്ട ക്വാളിറ്റി ആണ്. Obviously നമ്മൾ എത്ര ഹൈലി എന്താ പറയുന്നത് വെൽ പ്രൊഡ്യൂസ്ഡ് ഒരു ആൽബം ആണെന്ന് വെച്ചാലും, നമ്മൾ എത്ര വലിയ സിംഗർ ആണെന്ന് വെച്ചാലും, നമ്മൾ കർത്താവിലായോണ്ട് നമ്മൾ പാടുന്ന പാട്ട് അതിന് വേറെ ഒരു ലെവലിൽ ഒരു എഫക്റ്റ് ഉള്ളത്. നമ്മൾ വേറെ പാട്ട് പാടുന്ന പോലല്ല. ഞാൻ ഒത്തിരി സെക്യുലർ പാട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പാട്ടിന്റെ വരികൾ, വേർഡ്സ് ഒക്കെ മീൻ ചെയ്യും. ഇറ്റ് ടോക്സ് അബൌട്ട് എ ട്രൂ ഗോഡ്. അതൊരു ഫിക്ഷൻ അല്ല. സോ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഏത് വീഡിയോ ആണെങ്കിലും എത്ര നല്ലതായിട്ട് ലൈറ്റ് ചെയ്ത് ഷോട്ട് ചെയ്ത് എത്ര ട്യൂൺ ഹൈലി പ്രൊഡ്യൂസ് ആണെങ്കിൽ അതിന്റെ പേർപ്പസ് ഒന്നേ ഉള്ളൂ, അത് കർത്താവിന്റെ മഹിമ. അത് ഞാനോ ആരും അല്ല. അതെല്ലാരും നമ്മൾ അറിയണം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്. വാട്ട് എവർ as a Christ believer, Christians എന്ന് പറയുന്നില്ല, as a Christ believer, people who believe in Christ, everything that we do, നമ്മൾ ചെയ്യുന്ന ഒക്കെ എല്ലാം അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് കർത്താവിന്റെ മഹിമയാണ്, കർത്താവിന്റെ നാമം എൻഡിൽ അത് വരണം. ഹീ ഷുഡ്. നമ്മള് മലയാളത്തിൽ പറയുന്നത് നിന്റെ കവർ അസ് വിത്ത് യുവർ ഗ്ലോറി, നമ്മളെ മൂടുക അല്ലേ കർത്താവിന്റെ, നമ്മുടെ ദാറ്റ് ഷുഡ് ബി ദേർ. അതറിയണം. ഐ എം സ്റ്റിൽ ലേണിംഗ് ദാറ്റ്. പണ്ടൊക്കെ പാട്ട് ചെയ്തിട്ട് ഓസ്കർ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പണ്ടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പണ്ടത്തെ ഒരു ഇന്നസെന്റ് ഒരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഒക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, യുനോ വൈ വി ഡു ദിസ്. അത് ആൾക്കാരെ വി ആർ യുവർ ഫാൻ എന്നൊക്കെ പറയുമ്പം ഉള്ളൊക്കെ ഉണ്ട്. ഡാഡിയുടെയും കുറെ ഫാനൊക്കെ ഉണ്ട്. പക്ഷെ എവറി ടൈം ആ ഒരു റിമൈൻഡ് ചെയ്യണം നമ്മളെ സ്വന്തമായിട്ട്. വെൻ യു ആർ ദേർ യുവർ ലൈഫ് മാറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ജീവിക്കണം. ആൾക്കാർ നോക്കുന്നുണ്ട് നിങ്ങൾ എന്തോ പറയുന്നു, എങ്ങനെ ചെയ്യുന്നു, നിങ്ങളുടെ ആക്ഷൻസ്, റിയാക്ഷൻസ്, ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ റിയാക്ഷൻസ് എന്തുവാ. സോ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, നല്ലതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ഞാൻ ഈ കുറച്ചു നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത്, നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഹൈപ്പ് വരുമ്പം കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട് സാക്ഷികളുടെ എത്ര വലിയ സമൂഹം. And we think it is like, okay,
അത് ബൈബിളിലുള്ളവരെ മാത്രമല്ലോ. നമ്മൾ നമ്മുടെ തലയൊന്ന് പൊക്കി നോക്കിയാൽ there are people who are around us. നമ്മൾ ചെയ്യുന്നതിനേക്കാളും 10 ഇരട്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. സോ ഇറ്റ് ഈസ് ലിറ്ററലി ഹാപ്പനിങ്. നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ മതി, സാക്ഷികളുടെ എത്ര വലിയ സമൂഹമാണ്. And I'll feel like this is nothing. What I'm doing is nothing. What like നമുക്കൊരു ഹൈപ്പ് വരുമ്പോൾ നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി അല്ലേ? ഒത്തിരി ഐ മീൻ അല്ലെ കർത്താവ് ചെവി പിടിച്ചു കൊണ്ടുവരും, അത് ഉറപ്പായിട്ടും. കർത്താവിനൊരു വഴിയുണ്ട്, നമ്മൾ നേരെ നടന്നില്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ചോളും. അത് സ്നേഹത്തോടായാലും എന്തോ ദൈ റോഡ് ആൻഡ് ദൈ സ്റ്റാഫ് കംഫർട്ട് മീ എന്ന് പറഞ്ഞാൽ അത്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഗോഡ് ഹാസ് ടോട്ട് മീ. ഐ മീൻ ഈ സ്പെഷ്യലി ഈ എന്തോ പണ്ടൊക്കെ ഞാനിങ്ങനെ പാട്ടൊക്കെ തുടങ്ങിയ സമയത്ത് ഐ മീൻ അന്ന് ആരും അറിയത്തോലും ഇല്ല. ഐ മീൻ അന്നൊക്കെ ഇറങ്ങിയ നല്ലതായിട്ടൊക്കെ ഇപ്പൊ പഠിച്ചോണ്ടല്ല, പക്ഷെ ഒരു ഇൻഹെറിറ്റഡ് ഗിഫ്റ്റ്. അപ്പച്ചൻ അമ്മച്ചി പാടും, ഡാഡി പാടും. സോ ഒരു ഇൻഹെറിറ്റഡ് ഗിഫ്റ്റാ, ടാലന്റ് എന്ന് പറയാം. സോ ഒരു അങ്കിൾ വന്ന്, ഹീസ് വെരി ക്ലോസ് ടു അവർ ഫാമിലി. ഒത്തിരി ഒരു ക്ലോസ് റിലേറ്റീവ് അല്ല, പക്ഷെ ഒത്തിരി ക്ലോസാ. അങ്ങനെ വന്ന് പറഞ്ഞടാ ഇത് നെവർ എന്തോ പാട്ട് പാടാൻ പറ്റുന്നോണ്ട് നെവർ ബോസ്റ്റ്. വെരി സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നോ അങ്ങനെ. പക്ഷെ ഐ ജസ്റ്റ് ഇമാജിൻ ഞാനൊരു 4th or 5th പഠിക്കുന്ന ഒരു ചാപ്പ്. സോ ഐ സ്റ്റിൽ റിമെമ്പർ. ആൻഡ് പുള്ളിക്കാരൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്കാരൻ he was very close to my dad. He's an evangelist, full-time evangelist, full-time servant of the Lord. And പുള്ളിക്കാരൻ അങ്ങനെ. സോ അത് that has always been ആ ഒരു എന്ത് പറയുന്നേ, that point is always there in my heart. എത്ര ആൾക്കാർ അറിഞ്ഞെന്ന് വെച്ചാലും ആ പ്രൈഡ് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് മൈ ഹംബിൾ പ്രെയർ. ഞാൻ എൻ്റെ വൈഫും അത് പ്രാർത്ഥിക്കും. ഞാൻ പ്രത്യേകം അത് പാടില്ല. നമ്മള് കർത്താവിനെ എന്തോ കവർ ചെയ്യില്ല. അത് നമ്മുടെ വർക്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അറ്റൻഷനും അതൊക്കെ കിട്ടുമ്പോൾ there's possibility. പക്ഷെ it should not happen. As a believer, God should take ultimate glory, and I stand by it. And inheritance ആണെന്ന് പറഞ്ഞു. So when did you started singing actually? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. So I think നമ്മൾ ഡൈഗ്രസ് ചെയ്തു. So ഞാൻ ആക്ച്വലി പാടുമായിരുന്നു, പക്ഷെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ്, പാടാൻ പറ്റുമല്ലോ, കീബോർഡ് വായിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഫീലിംഗ് വന്നത് 8th സ്റ്റാൻഡേർഡിലാണ്. 8th ഒക്കെ ആയപ്പോ എന്റെ അങ്കിൾ, ഡാഡിയുടെ ബ്രദർ സാംസൺ നൈനൻ, പുള്ളിക്കാരൻ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. സോ പുള്ളിക്കാരൻ കീബോർഡ് കൊണ്ടുവന്ന് ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നെ. ഡാഡീസ് ബ്രദർ, ഡാഡി ഓൾസോ കീബോർഡ് വന്ന് ഫസ്റ്റ് പാട്ടിന്റെ കോഡ്സ് പറഞ്ഞു തന്നത് പുള്ളിക്കാരനാ. അങ്ങനെ മൈ ജീസസ് മൈ സേവിയർ, യു നോ ദാറ്റ് സോങ്? My savior. Yeah, that's the first thing that I learned on keyboard. Because I think it's transpose now. C11. So, you know, അതിന്റെ കോഡൊക്കെ ഇപ്പൊ നമ്മൾ നോർമലായിട്ട് പാടുമ്പോ മൈ ജീസസ് മൈ സേവിയർ, പുള്ളിക്കാൻ ഒരു പ്രത്യേക ഒരു കോഡ് പറഞ്ഞു, മൈ ജീസസ് മൈ സേവിയർ. സോ യുനോ ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് അത്. ഞാൻ ആ കോഡ് പ്രോഗ്രഷൻ ഇരുന്ന് വായിച്ച് ആ സെയിം പാട്ട് തന്നെ വായിച്ച് ആ സമയത്ത് റിയലൈസേഷൻ ഉണ്ടായ എനിക്ക് പാടാൻ പറ്റും, കീബോർഡ് എനിക്ക് അറിയാൽ. ഐ മീൻ പിന്നെ അത് പതുക്കെ പഠിച്ചെടുക്കാൻ തുടങ്ങി. പിന്നെ സ്കൂളിൽ 8th 9th ഒക്കെ ആയപ്പം സ്കൂളിൽ പ്രോഗ്രാംസിലൊക്കെ പാടാൻ തുടങ്ങി. ആൻഡ് ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ സ്കൂളായിരുന്നു. ഐ മീൻ ഇറ്റ് വാസ് എ കോൺവെന്റ് സ്കൂൾ. സോ ക്രിസ്ത്യൻ പാട്ട് സ്കൂളിൽ പാടുന്നത് ഇസ് നോട്ട് വെരി ഓക്വേർഡ് ഇൻ ദോസ് സ്കൂൾസ്. ഇപ്പം ഇറ്റ് ഹാസ് ബിക്കം വെരി ഓക്വേർഡ്. നോ, ഇപ്പം എന്നോട് that's a good point. You know, if I was a student of a 9th student in this era now, in this time, in this year, I would have been hesitant to sing a Christian song in my school. Alle ഞാൻ ഈ കാലത്ത് the time that we are in, ഈ സമയത്ത് ഞാനൊരു 9th സ്റ്റുഡന്റ് സ്കൂളിൽ ഞാനൊരു ക്രിസ്ത്യൻ പാട്ട് പാടാൻ I would have been hesitant. ഒരു ചമ്മലൊക്കെ ഉണ്ടാവും. അന്ന് അതില്ലായിരുന്നു. And I wish that attitude, you know, ഇപ്പോഴുണ്ടാവണം. നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എവിടെ നിന്നാലും കർത്താവിന് വേണ്ടിയിട്ട് പാട്ട് പാടണം. ആ ഒരു ചമ്മലൊന്നുമില്ല. സോ പിന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പാടാൻ തുടങ്ങി. പിന്നെ അത് പാടി 11th and 12th ആയി. that took a toll. അത് സ്റ്റഡീസിനെ ഒത്തിരി ബാധിച്ചു. അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയി. I mean, that was very bad time for me. I mean, God really took me through
some really, I mean, കർത്താവ് ശരിക്കും പഠിപ്പിച്ചു ആ സമയത്തൊക്കെ. പിന്നെ മ്യൂസിക് വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി, ചെയ്യണോ. പിന്നെ ഗോഡ് ടുക്ക് മീ വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇതൊരു ഫീൽ ലൈക്ക് പാടണമെന്ന് വെച്ചൊരു, ഐ നെവർ പാടുമായിരുന്നു, പക്ഷെ ആസ് എ സിംഗർ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഇഫ് യു ആസ്ക് മീ, ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം മ്യൂസിക് പ്രൊഡക്ഷനാണ്. ഇരുന്ന് വായിക്കുക, മ്യൂസിക് അറേഞ്ച് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഓർക്കസ്ട്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഐ റിയലി ലൈക്ക്. സോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പോസ്റ്റ് പാൻഡമിക് ആയപ്പോഴേ പാട്ടുകൾ പാടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്റെ ചാനലിനൊക്കെ പാടുമായിരുന്നു, പക്ഷെ ആസ് എ ഗോസ്പൽ സിംഗർ എന്ന് പറഞ്ഞ് പ്രസന്റ് ആയത് ഇപ്പോഴാ. എനിക്ക് തോന്നുന്നു, you have heard your father singing, അല്ലെ? പപ്പ പാടുന്നത് കൊച്ചിലെ മുതൽ കേട്ടിട്ടുള്ള ഒരാളാണ്. So have you ever felt പപ്പ ഇൻഫ്ലുവൻസ് ചെയ്തോ, അതോ ഈ പപ്പ എന്നെ അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ പപ്പ ചെയ്യുമ്പോ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ പാടുമായിരുന്നു. അപ്പോ അത് വേറെ ഇപ്പൊ ഞാനിപ്പം ഒരു എക്സ് മീഡിയക്ക് പാടുന്നുണ്ട്, അങ്ങനെ ആർക്കും പാടിയിട്ടില്ല. വേറെ ഒരു പ്രൊജക്ടിന് ആസ് എ സിംഗർ പോയി പാടിയിട്ടുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലൊക്കെ പാടുമായിരുന്നു, പക്ഷെ പുള്ളിക്കാൻ ഡിസ്കറേജ് ചെയ്തിട്ടില്ല എപ്പോഴും. ഞങ്ങളെ ഇപ്പം ചേർച്ചിലെ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അപ്പോ ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ പ്രിവിലേജസും തന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ 3 ഫ്രണ്ട്സ്, 4-5 ഫ്രണ്ട്സ്, വി ആർ ഗോയിങ് ഫോർ എ മിനിസ്ട്രി. ഡാഡി എപ്പോഴും വേറെ പിള്ളേരെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല, വി ഡിഡ് നോട്ട് റിയലൈസ് ഇറ്റ് ദെൻ. ഞാൻ ചോദിക്കാറുണ്ട്, ഡാഡി അവനെ എന്തിനാ കൊടുത്തേ ലീഡ് ചെയ്യാനായിട്ട്, എനിക്ക് എന്താ തരാൻ? സോ ഹി നെവർ ഗേവ് ഒരു ക്ലിയർ കട്ട് ആൻസർ. ഇപ്പൊ എനിക്കത് മനസ്സിലാവും. ആ ഒരു it was to teach us humility, ആ ഒരു കാര്യം നമ്മളിപ്പോ സോ ഡിസ്കറേജ് ചെയ്തിട്ടില്ല. പക്ഷെ ഡാഡ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാട്ടും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും വായിച്ച് പാടുന്ന ദാറ്റ് വാസ് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു ഫീൽ ആയിരുന്നു. പുള്ളിക്കാൻ ഒത്തിരി എൻകറേജ്, ഞങ്ങളെ മ്യൂസിക് ക്ലാസ്സിന് വിട്ടിട്ടുണ്ടല്ലോ. ഞാൻ 4 ഇയേഴ്സ് ഹിന്ദുസ്ഥാനി ക്ലാസുകൾ പഠിച്ചിട്ടുണ്ട്. അയ്യോ, കഷ്ടപ്പെട്ട 4 വർഷം. ടീച്ചർ വരുമ്പോ ഓടുവായിരുന്നു. അന്നൊക്കെ ഡാഡിയോട് ഒത്തിരി വഴക്കായിരുന്നു, ഞങ്ങൾക്ക് സോ ബോറിങ്. അത് പക്ഷെ ഇപ്പൊ ഞാൻ മിസ് ചെയ്യും അതൊക്കെ. ഐ ഫീൽ അന്ന് അത് ഫിനിഷ് ചെയ്യണമായിരുന്നു. it would have helped. So he was really encouraging. Daddy ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു മലയാളം സോങ്സ് പാടി ഞാൻ കേട്ടിട്ടില്ല, അധികം കേട്ടിട്ടില്ല. എവറിത്തിങ്, ഈവൻ നമ്മള് യൂട്യൂബിൽ നോക്കിയാലും യു ഹാവ് സം ഇംഗ്ലീഷ് സോങ്സ് പാടി കേട്ടിട്ടുണ്ട്, ഹിന്ദി സോങ്സ് പാടി കേട്ടിട്ടുണ്ട്. വൈ നോട്ട് ഇൻ മലയാളം? അത് കംഫർട്ടബിൾ ആവാത്തതുകൊണ്ടാണോ? സോ എനിക്ക് ഇംഗ്ലീഷ് പാടുന്നതും ഐ എം നോട്ട് കംഫർട്ടബിൾ. I still feel എനിക്ക് തോന്നാറുണ്ട് എന്റെ ഡിക്ഷൻ, പ്രൊനൗൺസിയേഷൻ ശരിയല്ലെന്ന്. ബിക്കോസ് ഇംഗ്ലീഷിനൊക്കെ എന്തോ റേഞ്ച്. ഐ മീൻ വി ഹാവ് സോ മെനി ഗുഡ് ആർട്ടിസ്റ്റ്. അതൊന്നും ബട്ട് എനിക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടും, അങ്ങനൊന്നും ഇല്ല. ഐ ലൈക്ക് സിംഗിങ്. ഇംഗ്ലീഷും ഐ എം നോട്ട് കംഫർട്ടബിൾ. ഹിന്ദിയാ കുറച്ചുകൂടെ കംഫർട്ട് ഉള്ള ലാംഗ്വേജ്. മലയാളം കുറച്ച് കട്ടിയാ. എനിക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ അപ്പച്ചനമ്മച്ചി ഉണ്ടായിരുന്നോണ്ട് മലയാളം പറയാനെങ്കിലും പഠിച്ചു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. സോ അതങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പാടാം. ഇപ്പം ഈ സീരീസിലും വർഷിപ്പ് സീരീസിലും അവിടെ സ്റ്റുഡിയോയിൽ ആൾക്കാർ ഉണ്ടായിരുന്നോണ്ട് ഇമാനുവൽ ഉണ്ടായിരുന്നു, KB ഉണ്ടായിരുന്നു, ബോബിച്ചൻ ഉണ്ടായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ ഇരുന്ന്. ഞാൻ ചോദിക്കുമായിരുന്നു, അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഇതിങ്ങനല്ല, ഇതിങ്ങനെ പറയുന്നത്. സോ അങ്ങനെ ഹെൽപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പാടും. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഐ തിങ്ക് ഇറ്റ്സ് ഇംപ്രൂവ്ഡ്. അതെല്ലാം പോസ്റ്റ് പാൻഡമിക്. ബ്രൗൺ മാത്തൻ is in Kerala. So he gave me a lot of projects from South India. അങ്ങനെ മിക്സ് ചെയ്യാനും പാടാനും ഒത്തിരി എനിക്ക് പ്രോജക്ട്സ് ഒക്കെ തന്നു. അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, അങ്ങനെ കുറച്ചുകൂടെ. സോ അങ്ങനെ ഇഷ്ടമില്ലാതെന്നില്ല, മലയാളം പാട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഗിവൻ ആൻ ഓപ്ഷൻ തരുവാണെങ്കിൽ I will always sing. The best part is the first song that I did for Rex Media was a Malayalam song. നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ലെന്ന് അറിയില്ല. ആശ്രയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതായിരുന്നു ഫസ്റ്റ് സോങ് ഞാൻ റെക്സ് മീഡിയയുടെ കൂടെ ചെയ്തത്. സമയം കിട്ടും നോക്കാം. ഇറ്റ്സ് എ ഗുഡ് സോങ്, വെരി പെപ്പി, നൈസ്ലി റിട്ടൺ. സോ അന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് പറ്റത്തില്ല, വേറെ സിംഗറെല്ലാം ഉണ്ടെങ്കിൽ നോക്ക്. ബട്ട് ഹി വാസ് വെരി അഡമന്റ്, ഇത് ചെയ്യണം, ഇത് നീ പാടാൻ, എനിക്കൊരു ബിക്കോസ് നാട്ടിൽ ജനിച്ചു, ബിക്കോസ് ഐ വാസ് നോട്ട് ബോൺ ഇൻ കേരള.
ഒരു ആക്സെന്റ് ഉണ്ട് എനിക്ക്, അത് സ്റ്റെഫിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. സോ പാടുമ്പോഴും ആ ആക്സെന്റ് ഇങ്ങനെ വരും. സോ ഹി സെഡ് അത് നല്ലതാ, ഐ മീൻ ഇറ്റ്സ് ഗുഡ്. സോ നമ്മള് സെക്യുലറിലാണെങ്കിലും എവിടെയാണെങ്കിലും വേറെ ആൾക്കാർ വന്ന് മലയാളം പാടുമ്പോൾ we all encourage it because it is like it is good to hear that our slang change ullathu rather than pure malayalathikalum കുറച്ചൊരു slang change. പക്ഷെ ചിലർക്ക് it will get irritated, but still we all love like our slang change. I think the new gen might like it, but little older people who like things in a certain way, they might not like it. So I like singing Malayalam songs. I love Malayalam songs. I really love the way it is written. അത് എന്താ പറയുന്ന ആ തോട്ടിനെ നല്ലായിട്ട് അത് അവതരിക്കാൻ പറ്റും മലയാളത്തില്, അതിന്റെ വാക്കുകളും. ദാറ്റ് ഇസ് ട്രൂ അല്ലേ? ഐ മീൻ അതെനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹിന്ദിയിൽ നമ്മൾ ഉറുദു കേട്ടുന്നത്, ആ കൺവേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സോ മലയാളത്തിൽ എനിക്ക് ഒത്തിരി എൻജോയ് മലയാളം സോങ്സ് റിയലി. അതെ, കാരണം എന്റെ മമ്മിയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഉണ്ട്, അവര് ബോംബെയിലാണ്, അവരവിടെ ഇത് ചെയ്യുന്നുണ്ട്, മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്കിളിന്റെ ഒരു പ്രസംഗത്തിന് ഇടയ്ക്ക് പറഞ്ഞതാണ് നമ്മുടെ ആ എന്താ പറയാ മലയാളം ബൈബിളിന്റെയും ഹിന്ദി ബൈബിളിന്റെയും ഒരു വ്യത്യാസം പറഞ്ഞതാണ് പുള്ളി. അപ്പം കറക്റ്റ് പറയുന്ന കാര്യം കറക്റ്റ് ആണ്. ശരിക്കും മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് ഉണ്ട്, ശരിക്കും ഹിന്ദിയിൽ വരുമ്പോ അത് വേറെ രീതിയാണ്. അപ്പം കുറച്ചും കൂടെ മലയാളത്തിലാകുമ്പോൾ അതിന്റെ എന്താ പറയാ കാവ്യ ഭാഷ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആ ഭംഗി നമുക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് നമുക്കൊരു പാട്ട് കേട്ടാലോ? നീലാസ്മൻ തന്നെ എനിക്ക് തോന്നുന്നു പാടാൻ പറ്റുമോ? ട്രാക്ക് ഇല്ല. I'll sing a song in the end. Last portion I'll have a song I prepared. ഒരു ഇംഗ്ലീഷ് പാട്ടാ. It's also one of my father's favorite song, One Day at a Time എന്ന് പറഞ്ഞു. ഞാൻ ഇന്നൊരു പാട്ട് കേട്ടായിരുന്നു, ഐ ഗെസ് യു ആർ ആൻഡ് എഴുതിയതാണെന്ന് തോന്നുന്നു, Mercy Cry, yes. That was really nice. അത് നല്ലൊരു പാട്ടായിരുന്നു. So അത് അത് പുള്ളിക്കാരത്തി എഴുതി. ആൻഡ് അത് എനിക്കത് ഷീ റൈറ്റ്സ് ലോട്ട് ഓഫ് സോങ്സ്. പക്ഷെ എന്റെ അങ്കിൾ അതെനിക്ക് അയച്ചു, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതൊരു സിമ്പിൾ ലെവലിൽ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ അതിങ്ങനെ വർക്ക്ഔട്ട് ആവണമെന്ന് വിചാരിച്ചില്ല. പിന്നെ അത് ഡാഡിക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ട്, because they were very close to my parents. I mean, that family, Asha auntie and Ravi uncle, they were very close. They are still close to our family. So adannu pulikkathi ezhudiyonda adannu dedicate cheyanam, tribute as a tribute അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. So God helped me to compose it. അതൊരു I mean ആ വരികൾ ഒത്തിരി ടച്ചിങ് ആണ്, ഭയങ്കര ഒത്തിരി ടച്ചിങ് അത്. സോ ദ ബെസ്റ്റ് പാർട്ട് ഇസ് ആ പാട്ട് വന്നപ്പോ അത് ആൾക്കാർക്ക് അത് ബ്ലെസ്സിങ് ആയത് വേറെ രീതിയില്ല. പുള്ളിക്കാരത്തി എഴുതിയ ആശയം വേറെയാ. സോ ഞാൻ അത് മനസ്സിലാക്കിയതും വേറെയാ. ഐ മീൻ പുള്ളിക്കാരത്തി ഇവിടെ അല്ല, ദേവർ ഇൻ US ബാക്ക് ദെൻ. സോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചില്ല, ഇത് ഞാൻ എന്റെ അങ്കിൾ ത്രൂ ആ വന്നേ. സോ thousands perish ആ സമയത്തൊക്കെ there were a lot of people dying because of COVID. So I considered it, അത് അങ്ങനെ അതിന്റെ മീനിങ് ഞാൻ മനസ്സിലാക്കിയത്. അത് പാട്ടൊക്കെ റിലീസായി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്കിൾ രവിചാൻ എന്നോട് പറഞ്ഞേടാ ഇത് എഴുതിയത് she meant as a thousands perishing because of not knowing the Christ, not as in pandemic situation. I mean obviously it all, but it worked. I mean a lot of people were blessed through that song and people really liked it. And എനിക്ക് ആ തോട്ട് ഒത്തിരി ഞാനത് പാട്ട് വന്നതിന്റെ 2 ദിവസം കഴിഞ്ഞ ഡാഡി ഐ തിങ്ക് ഹി പാസ്ഡ്. ആൻഡ് ആ സമയത്ത് ഞാൻ ബിലായി വന്നു, ഈ പാട്ട് ഹോൾഡിലായിരുന്നു, ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ആ ഒരു തോട്ട്, ഐ മീൻ ഡാഡി മരിച്ചു, ഡാഡിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഹോപ്പ് ഉണ്ട്, നമ്മൾ ഹോപ്പ്ലെസ് അല്ലല്ലോ. So ആ ഒരു hope, just imagine thousands who are dying of COVID and who don't know Lord Jesus Christ and they don't have this hope. അവർക്ക് ഈ ആശയില്ല, കർത്താവില്ല. സോ അതാ കുറച്ചുകൂടെ ആ പാട്ട് കുറച്ചുകൂടെ എളുപ്പം ചെയ്യണം എന്നുള്ള ഐ മീൻ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില ട്രെയിൻ യാത്രയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പൊ നമ്മള് ശരിക്കും അങ്ങനെ ഒരു ട്രാവലിലാണ് അല്ലെ, നമ്മൾ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് മനസ്സിലാവുന്നത് കേരളമൊക്കെ വിട്ടിട്ട് നമ്മുടെ സ്ഥലമൊക്കെ വിട്ടിട്ട് വേറെ ഞങ്ങളൊക്കെ വേറെ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ there are times when we want to go back. നമുക്കപ്പം
അടുത്ത ഇയർ അല്ലെങ്കിൽ ഈ ഇയർ ഇന്ന മന്തിൽ നമ്മൾ പോകുന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. സോ ആ ഒരു ഇത് ഭയങ്കര ഒരു ഫീലാ. ആൻഡ് ഓൺ ദ വേ ലൈക് ഫ്ലൈറ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ലൈക് വി ആർ സോ എക്സൈറ്റഡ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ എക്സൈറ്റ്മെന്റ് ഇല്ല. സോ വി നോ ദാറ്റ് യാ വിൽ ബി ഗോയിങ്. പക്ഷെ പഴയ കുറച്ചുകൂടെ ഒരു ജനറേഷൻ ബാക്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. യാ വി ആർ ഗോയിങ് ആൻഡ് വിൽ ബി സീയിങ് വൺ ഡേ നമ്മളെ പേര് വിളിക്കും എന്നൊക്കെ. അതുകൊണ്ട് ആ എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ അവരുടെ എല്ലാ ലൈഫിലും എല്ലാത്തിലും ഒരു സ്പിരിറ്റ് കാണുന്നത്. നമ്മളൊരു ലൈക്ക് ഒരു എന്താ പറയാ എല്ലാത്തിലും അവർക്ക് ഒരു ആ ഒരു ഇത് കാണും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ആ ഒരു എന്താ പറയാ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് വി ലാക്ക് ലൈക്ക് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. That's I feel, I mean, that's the ഈ സമയം I think that's the negative side of this time that we are in. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് അത് ഇറ്റ് ഷോസ് മീ എത്ര പ്രാവശ്യം ഞാൻ അൺലോക്ക് ചെയ്തു. ഒരു ആവറേജ് ഒരു ദിവസം ഒരു 100 അൺലോക്സ് ഉണ്ട് എൻ്റെ ഫോണിൽ. അത് ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും എന്തോ ആയാലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആയിപ്പം. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ the world is attracting with these things. അപ്പൊ നമ്മൾ ഈ ഫോക്കസ് നമ്മുടെ മാറും. ഈ ഹോപ്പും നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, നമ്മൾ എന്തിനാ ഇവിടെ, വൈ ആർ വി ഹിയർ, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഫോക്കസ് മാറും. പിന്നെ ബോംബെയിലുള്ള സിറ്റിയിലാണെങ്കിൽ പിന്നെ പണി, അത് പിന്നെ 9 you are working 10 to 12, 13 hours. I'm not talking, ഞാൻ എന്നെ കുറിച്ചല്ല, എന്റെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്. സോ വേൾഡ് നമ്മളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നമ്മളെ ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുക. ഇവിടെ തിരിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും, മുന്നോട്ട് നോക്കിയാലും ഉണ്ടാവും, പുറയിലോട്ട് നോക്കിയാലും. വി ആർ സറൗണ്ടഡ് ബൈ തിങ്സ്. നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ കാര്യങ്ങളുണ്ട് ദാറ്റ് കീപ്സ് അസ് നമ്മളിങ്ങനെ നമ്മുടെ ഗോളിൽ നിന്ന് നമ്മുടെ ഫൈനൽ ഗോളിൽ നിന്ന് നമ്മളെ ഡീവിയേറ്റ് ഡിസ്ട്രാക്ട് ചെയ്യും. I think that's it. Take my daughter. എന്റെ കൊച്ചിൻ അവളൊക്കെ പാട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ എളുപ്പം ഒരു പ്രാവശ്യം പ്ലേ ചെയ്താൽ ഷി ഗെറ്റ്സ് ദ മെലഡി ഓഫ് എ സോങ്. പാട്ടിന്റെ വരികളും പാട്ടിന്റെ മെലഡിയും ഒരു പ്രാവശ്യം കേട്ടാൽ മതി. അവക്കും പറയാനൊക്കെ ഈ ഇൻസ്റ്റഗ്രാം, ഇപ്പം പറയാനൊക്കെ യൂട്യൂബിൽ കണ്ട വീഡിയോ. സോ നമ്മൾ ഹൗ മച്ച് വി നീഡ് ടു കൺട്രോൾ ourselves. നമ്മളെ എത്രമാത്രം കൺട്രോൾ ചെയ്യണമെന്ന് അറിയാം കൊച്ചിനും, സ്പെഷ്യലി വെൻ ദീസ് കിഡ്സ് ആർ കമ്മിങ്. സോ പണ്ടൊക്കെ ഐ ഫീൽ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ടെക്നോളജി ഒക്കെ ആയപ്പോൾ നമ്മൾ കുറച്ചുകൂടെയും റെക്ലെസ് ആയി, കുറച്ചുകൂടെയും വി ഷുഡ് സ്റ്റോപ്പ്. നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. വി ഷുഡ് ടേക്ക് ടൈം. ബിക്കോസ് നമ്മൾ ഇവിടെ സെറ്റിൽ ആവാനല്ല വന്നേ. our ultimate goal, ultimate place is with Jesus in heaven with God. So we should remind that. നമുക്ക് പാട്ട് കേട്ടാലോ? So so the song, it's an English song, it's an English part. It talks about the lines are, I'm only human, I'm just a man. Help me believe in what I could do and all that I am. Or show me the stairway that I have to climb. Lord, for my sake, teach me to take one day at a time. One day at a time, sweet Jesus. That's all I'm asking of you. Just give me the strength to do every day what I have to do. Yesterday is gone, sweet Jesus, and tomorrow may never be mine. Lord, help me today. Show me the way, one day at a time. This was one of dad's favorite songs. He loved this song. And ഒത്തിരി ഇങ്ങനെ അക്കോർഡിയൻ ഒക്കെ കിട്ടി ഇങ്ങനെ പാടുകയായിരുന്നു ഈ പാട്ട്. I'm only human, I'm just a man. Oh, help me believe in what I could be and all that I am. Oh, show
stairway that I have to climb. Lord, for my sake, teach me to take one day at a time. One day at a time, sweet Jesus, that's all I'm asking of you. Just give me the strength to do every day what I have to do. Oh, yesterday's gone, sweet Jesus, and tomorrow may never be mine. Lord, help me today, show me the way, one day at a time. Oh, do you remember, talking to Jesus, when you walked among men? Well, Jesus, you know, if you're looking below, that it's worse now than then. Oh, there's pushing and shoving, and it's crowding my mind. So Lord, for my sake, teach me to take one day at a time. One day at a time, sweet Jesus, that is all I'm asking of you. Just give me the strength to do every day what I have to do. Oh, yesterday's gone, sweet Jesus, and tomorrow may never be mine. Lord, help me today, show me the way, one day at a time. Lord, help me today, show me the way, one day at a time. Thank you so much. Such a beautiful song. അത് നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. That is because എനിക്ക് തോന്നുന്നു നമ്മള് ശരിക്കും പറഞ്ഞ ബൈബിളിലൊക്കെ പറയും നമ്മൾ ദൈവത്തോട് ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു, ദൈവത്തോട് കൂടെ നടന്നു എന്നൊക്കെ പറയും. But once we come into that, നമ്മൾ ആ റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോൾ we know how it's so sweet to like കർത്താവിനോട് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഇതിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബ്യൂട്ടിഫുൾനെസ് മനസ്സിലാവുന്നത്. സോ ലൈക്ക് നമ്മളെല്ലാം വായിച്ചു എടുത്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു റോബിൻസൺ ഷാലു എന്ന് പറയുന്ന വ്യക്തി അത് തുടങ്ങിയപ്പോഴേ പറയുന്നുണ്ടായിരുന്നു, യു ലൈക്ക് എപ്പോഴും പപ്പനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ. പപ്പ എന്ന് പറയുന്ന ഒരാള് after Jesus Christ, I mean, he's the person, he's the man that we should aspire to become. Ultimate human being, the perfect human being, Jesus Christ. Yeshua pole avanam, that is our ultimate goal. Yeshu karinge, if there is one person, if there is one man in this world I want to become, is my dad. I mean, ആ ഒരു റെസ്പെക്ട് എനിക്കുണ്ട് പുള്ളിക്കാരനോട്. I mean പുള്ളിക്കാരൻ പ്രസംഗിക്കുക മാത്രമല്ല, അത് ജീവിക്കുമായിരുന്നു. പുള്ളിക്കാരന് വെളിയിലുണ്ടായിരുന്ന ആ ടെസ്റ്റിമണി വീട്ടിലുണ്ടായിരുന്നു. ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ് അല്ലേ. ഞാനൊക്കെ സൺഡേയിൽ ഇരുന്ന് ദേശപ്പടലിൽ അതാ ഇതാന്നൊക്കെ പ്രസംഗിക്കും. വീട്ടിൽ വരുമ്പോ എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ പുള്ളിക്കാരനുണ്ടായിരുന്ന ആൾക്കാർ എന്നോട് ചോദിക്കും, ഒരു വലിയ ലെഗസിയാ പുള്ളിക്കാരൻ ലീവ് ചെയ്തേക്കുന്ന എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഷാലുട്ടിനാവും പറ്റില്ല, അത് ഉറപ്പായിട്ടും എനിക്ക് പറ്റില്ല. പക്ഷെ I can try to become the best of Robinson Shalu. That will only happen when I am looking at Jesus Christ and trying to become like Jesus Christ. That is what my dad did. Adan daddy he tried to imitate, copy Jesus Christ, and that is why he could lead very close to a perfect life. Adu nammal cheida enike I think nammalokke that is what I feel everyone should do.
ultimately, if in the what would have Jesus did എന്നൊരു question അല്ലെ, അതൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു പണ്ടൊക്കെ, used to get what would Jesus do, sorry. സോ എല്ലാ സിറ്റുവേഷനിലെ യേശു എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു, ആ ഒരു we should always try to become like him, the perfect human being, and that is very difficult. ഒത്തിരി ഡിഫിക്കൽട്ട് അത്. ആൻഡ് എനിക്ക് ഈ സെഷൻ തുടങ്ങിയപ്പോ മുതല് എനിക്ക് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വന്നപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വന്നത് എന്താന്ന് പറയുമ്പോൾ, അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം നമ്മൾ പറയാം അല്ലെ. there was a situation where നമ്മൾ അബ്രഹാമിന്റെ സ്റ്റോറി തന്നെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അബ്രഹാമിനെ യാഗമാക്കാൻ കൊണ്ടുപോയി. ആൻഡ് they had a journey where അപ്പനും മകനും ഒറ്റയ്ക്ക് നടന്നു ആൻഡ് യാഗമാക്കാനുള്ള പറ്റുന്നു. ഫ്രം there ആ ഒരു ഇതില് ദൈവം ആട്ടിൻകുട്ടിയെ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൊക്കെ തന്നെ ഫ്രം there onwards അബ്രഹാമിന്റെ സ്റ്റോറിയേക്കാളും കൂടുതൽ it started becoming ഇസഹാക്കിന്റെ ദൈവമായി മാറി തുടങ്ങി. So it was like a life-changing moment for Isahak, alle? So it is like, see, you can't be a Shalu trainer, but you can be someone who is like Robinson Shalu. Yes. നമ്മള് ആ വാക്കുകൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോ എപ്പോഴും എബ്രാമിനെ എടുത്തു പറയും, തോട്ട്സ് ഒക്കെ ആണെങ്കിലും. പക്ഷെ അവിടെ ഐസക്കിന്റെ റോളൊക്കെ ഭയങ്കര റോളാ. അത് നമുക്ക് പുള്ളിക്കാരന്റെ ഒബീഡിയൻസ്, കംപ്ലീറ്റ് ഒബീഡിയൻസ്, ബിലീഫ് in his father and his father's God. പുള്ളിക്കാരന്റെ ഫാദറിനുള്ള വിശ്വാസവും, ഐ മീൻ അത് ഭയങ്കര വലിയൊരു, ഞങ്ങൾ ഈയിടെ ചേർച്ചിലൊരു ഗസ്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരന്റെ മെസ്സേജ് ഇതായിരുന്നു. നമ്മൾ ഒത്തിരി വർഷം ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എബ്രാമിനെ ഒത്തിരി പുകഴ്ത്തി പറയും, പക്ഷെ ഐസക് കുറവല്ല. ഐസക്കിന്റെ വിശ്വാസവും പുള്ളിക്കാരന്റെ ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. സോ നമുക്ക് സോ ദാറ്റ് ഇസ് വാട്ട് ഐ ടെൽ. എനിക്ക് വേറെ ഒരു ഷാലൂട്ടിനൈനൻ ആവേണ്ട ആവശ്യമില്ല, എനിക്കൊരു ബെസ്റ്റ്. സോ ഗോഡ് വിൽ ടേക്ക് ഗ്ലോറി. അത് നമ്മള് ആരെയും മനുഷ്യന്മാരെ what is following that imitate ചെയ്യണ്ട. നമുക്ക് കർത്താവിനെ കോപ്പി ചെയ്താൽ മതി. അതല്ലേ ഐ മീൻ മാത്യുവിലും കർത്താവ് പറയുന്നത് അതല്ലേ, ഇഫ് യു ഫോളോ മീ deny yourself, take up your cross and what is the third thing, do as I said or do as I did. That's the third thing. So that means, I mean, copying literally. കർത്താവ് കാല് വെച്ചിടത്ത് നമ്മളും വെക്കണം, കർത്താവ് കാല് വെക്കാത്തടത്ത് നമ്മൾ വെക്കാതിരിക്കണം, കർത്താവ് പറഞ്ഞ പോലെ നമ്മളും പറയണം, കർത്താവ് ഫെയ്ത്ത് ഡിഫെൻഡ് ചെയ്ത പോലെ നമ്മളും ഡിഫെൻഡ് ചെയ്യണം. So that is what I was saying. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇസാക്കിന്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു എൻകൗണ്ടർ, ഒരു ക്ലോസ് എൻകൗണ്ടർ മൂമെന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതേപോലെ ഹിയർ ആഫ്റ്റർ റോബിൻസൺ ഷാലു, ഐ എം ഷുവർ ദാറ്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിലും വളരെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, അദ്ദേഹത്തിന് വേണ്ടി മിനിസ്റ്റർ ഒത്തിരി ചെയ്യട്ടെ. യുവർ ഫാദർ ഷോഡ് എ ഡിഫറെന്റ് ലെഗസി ആൻഡ് അത് പുള്ളിയുടെ മിനിസ്ട്രി ആയിരുന്നു. അവിടെ ഒരു ലെഗസി കീപ്പ് ചെയ്തിട്ട് പുള്ളിയുടെ എന്താ പറയാ ഹോപ്പിലേക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ യു ഹാവ് ഡിഫറെന്റ് ലെഗസി where God has kept for you. അത് കണ്ടിന്യൂ ചെയ്യട്ടെ, അതിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much for coming today. And I know you're very busy. Like അപ്പം നമ്മള് വിളിച്ചപ്പം thanks for ഇങ്ങനെ invitation accept ചെയ്തതിന് thank you so much. Had a wonderful time. Thank you so much. ഇങ്ങനെ ഐ മീൻ യൂഷ്വലി ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ഞാൻ ഇന്ന് ആക്ച്വലി അധികമൊന്നും ഞാൻ ചിന്തിച്ചില്ല, ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. ഐ ഫെൽറ്റ് ഒരു ഓർഗാനിക് പോലെ ഇരിക്കട്ടെ. ഐ മീൻ സ്റ്റെഫി ചോദിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ I prayed, me and my wife sat just before the session. I prayed like, God, use me and Steffi for your glory. So thank you for having me. And invite edinu nandi. And all the viewers who are watching it, may God bless you all. May God bless you and your kids and your husband. Thank you so much. Actually ഇന്ന് എല്ലാ സെഷനേക്കാളും കുറച്ചൊരു ഞാൻ എന്നാ തുടങ്ങിയപ്പോഴും ഞാൻ ഐ ആം ഫീലിംഗ് സോ നെർവസ് ടുഡേ ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നമ്മള് റോബിൻസൺ ഷാലുവിനെയാണോ കിട്ടിയത്, ഓക്കെ വി ആർ സോ ലൈക്ക് ഭയങ്കരമായിട്ട് അവരെ ഈഗറായിട്ട് വാച്ച് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. And from everywhere I'm getting this message and I was like, oh my God, endu cheyuma endu parayuma. I was so nervous and okay, so the best part is even I was nervous, so it's okay. I mean, I think I was wondering എന്തോ പറയുന്നേ, I mean, what should I എന്താ പറയാൻ പോകുന്നത്, what is God. ഇപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഇമോഷണൽ ആയിട്ട് അങ്ങ് പറഞ്ഞു വിടും, നമ്മൾ ഇമോഷണലായി പറയും. പക്ഷെ ചിലപ്പോ അത് തിരിച്ച് വന്ന് കേൾക്കുമ്പോഴേക്കും അത് ശരിയല്ലായിരുന്നല്ലോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഇമോഷണൽ എങ്ങനെ പറഞ്ഞു വിടല്ലേ. സോ ഷുഡ് മീൻ ദാറ്റ് നിങ്ങൾ കൺവിക്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. സോ താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ
session. I like the balance of formal and informal. It was not too informal and it was not too formal also. So, Yeah. Anyway, viewers not എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും thought sharing, anything you want to convey? yeah, I mean, ഞാൻ പാടി പാട്ടില്ല. I think that summarizes it all. One day at a time. I mean, നമ്മൾ Matthew chapter 6, last verse. So then do not worry about tomorrow, for tomorrow will worry about itself. Today has enough trouble of its own. അത് വലിയൊരു മെസ്സേജ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്പെഷ്യലി യൂത്ത് ഇന്ന് ഫേസ് ചെയ്യുന്ന ട്രബിൾസും ക്വസ്റ്റ്യൻസും ട്രയൽസ് ഒക്കെ ഭയങ്കര ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് വാട്ട് ദേ ഹാവ് ടു ഫേസ്. കോളേജിലായാലും വർക്ക് പ്ലേസിലായാലും നമ്മൾ എന്തൊക്കെ ഇന്ന് സോഷ്യലി നടക്കുന്നത്, അത് വെച്ച് നമുക്ക് ആസ് എ ക്രൈസ്റ്റിനോട് ഐഡന്റിഫൈ ചെയ്ത് നടക്കുന്ന പറഞ്ഞാൽ അത് വലിയ ഒരു സ്ട്രഗിൾ തന്നെയാ. എന്റെ വൈഫ് പറയുന്നത് there is always some initiative in the office that you don't support. I hope you understand what I mean. So we cannot think too much about what is happening tomorrow. Pray for today. ദൈവവചനം പഠിക്കുക, അത് മനസ്സിലാക്കുക. ക്വൈറ്റ് ടൈം മാത്രമല്ല, സിസ്റ്റമാറ്റിക്കലി ഇരുന്ന് പഠിക്കുക, മനസ്സിലാക്കുക. And God says tomorrow, one day at a time. That is what we need. ഇന്നത്തേക്ക് കർത്താവ് നമുക്ക് തരും. ഇന്നത്തേക്കുള്ള so we just need to prepare ourselves, and tomorrow God will take. He's like, tomorrow will worry about itself. So tomorrow will worry about, then God will take care, because only കർത്താവിന് മാത്രമേ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന അറിയത്തുള്ളൂ. So കർത്താവ് very confident. നാളത്തെ, I don't know how it is in Malayalam, tomorrow will worry about itself. That's so wonderful, So yeah, what is needed today, do it from your side. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തോളൂ. അതെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നാളത്തെ കാര്യമല്ലേ അത് എനിക്ക് വിട്ടേരുന്ന കർത്താവ് പറയുന്നത് അല്ലേ? സോ ഞാൻ ഇപ്പം വായിച്ചപ്പോഴും എനിക്ക് ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ്. സോ ഞാനത് മനസ്സിലാക്കാൻ കുറച്ച് ഞാനത് why does he say tomorrow will worry about itself? Because the one who knows tomorrow, he's the one who's saying that. So don't worry. നാളത്തേക്ക് കോളേജിൽ എന്തോ പറയണം, എന്തോ സ്റ്റാൻഡ് എടുക്കേണ്ടി വരും എന്ന് പറയണമെങ്കിൽ നമുക്ക് ബേജാറാണ്ട ആവശ്യമില്ല. നമ്മുടെ ഹോംവർക്ക് ചെയ്യുക, നമ്മുടെ വചനം, വിസ്ഡം, വേർഡിന്റെ നോളജ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് നാളെ ഫേസ് ചെയ്യാനുള്ള ആവശ്യത്തിന് കർത്താവ് നമുക്ക് ധൈര്യം തരും. So to all the youth, yes, and everyone who's not just youth, I'm sorry, everyone, even if there is a child sitting, Okay, thank you so much for sharing that thought. It was such a short and sweet thought. Thank you for that. Actually, the ഏറ്റവും ആപ്റ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്കൂളിലൊക്കെ കഴിഞ്ഞു, 12th ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ കോളേജിലേക്ക് കയറിയ ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ. ഇപ്പൊ കുറെ യൂത്ത്സ്, അതായത് ഫസ്റ്റ് ഇയറിലൊക്കെ കയറി ആ ഒരു ഇതില് സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ എടുത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ്. സോ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ എന്താ, അല്ലെങ്കിൽ what will happen tomorrow, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് എക്സാം ഒക്കെ, അതായത് ആദ്യമായിട്ടൊക്കെ അവര് പഠിച്ചു വരുന്ന സബ്ജക്റ്റിലെ എക്സാം ഒക്കെ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് ഇങ്ങനെ വറീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒട്ടും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പൊ സമയം, I think we are over an hour. I'll just say just a small thing if you're okay. ഞാൻ 12th വന്ന് I got stuck. ഞാൻ പറഞ്ഞില്ലേ, പഠിത്തം, മ്യൂസിക് തലേ കയറി, I got stuck. I had to appear 12th more than 10 times. Will you imagine? Okay. Nobody knows, not many people know about it. I formally appeared 3 times. I have no shame in admitting this now. I appeared CBSE. I appeared CBSE from a different school. Third year again, I appeared 12th from an open school. Avada one paper, physics. I cleared it in the 13th attempt. And part of it is my mistake also. Physics needed more dedication to it than I gave. And ആ കാര്യങ്ങളൊക്കെ നടന്ന് ചെന്നപ്പം, I lost interest. But I had to finish it. എല്ലാവരും പറഞ്ഞു, that is a time when I was at the lowest. എൻ്റെ ഫാമിലി ഒക്കെ കേരളത്തിൽ പോകും for vacation. ഞാൻ പോവാറില്ലായിരുന്നു. I could not face people. So I will not blame music, but I'm sure that God had a plan. I eventually studied and I cleared it, but it took some time.
ആ സമയത്തൊക്കെ അത് വിട്ട് then I did my diploma in audio engineering. I was in Chennai. That's a long thing. I mean, long story. But God brought. So as a student, I want to tell studying is the primary responsibility. അത് ചെയ്തിരിക്കണം എല്ലാവരും. പഠിക്കുന്ന അത് മ്യൂസിക്കിനോട് ഇഷ്ടമാണെങ്കിൽ അത് കർത്താവ് നമ്മളെ യൂസ് ചെയ്യും. എന്നെ ഇങ്ങനെ I will not completely say that God had in the full എന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് കൊണ്ടുവന്നു. Part of it is my lack of interest in studies also, initial times. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിച്ചു തീർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. Very difficult. It was very terrible for me. But now when I look back and now when I look at my life, how God worked, Steffi, oh my goodness. I mean, he has blessed how in the ഒരു full ഒരു vision, I mean his foresight, പുള്ളിക്കാരൻ കർത്താവ് വർക്ക് ചെയ്യുന്ന ഒരു വേറെ ലെവൽ. സോ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും കർത്താവിനൊരു ഇന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നാളത്തെ ഗോഡ് നോസ് ടുമോറോ. അത് ഇന്നും എനിക്ക് ഇപ്പോഴും ആ ഒരു ഡൗട്ട് ഉണ്ട്, അയ്യോ നാളെ എന്തോ ആവും, അയ്യോ ഞങ്ങൾ ഇപ്പോൾ റെന്റിലെ വീട്ടിലാണ് താമസിക്കുന്നത്, അയ്യോ ഇനി നാളെ ഇവിടുന്ന് മാറാൻ പറഞ്ഞ നമ്മൾ എങ്ങോട്ടായിരിക്കും ഇനി പോകുന്നത്, മലറിന്റെ സ്കൂൾ എവിടെ ആയിരിക്കും, എന്നും റെന്റിലാകുമ്പോൾ മാറുമ്പോൾ ബോംബെയിലൊക്കെ നമ്മൾ സ്കൂൾ അഡ്മിഷൻ അതെങ്ങനെ ആവും. സോ വി വറി, ദാറ്റ് ഇസ് നാച്ചുറൽ. പക്ഷേ ടു ഓൾ ദി യൂത്ത് ഹൂ ആർ പെർസ്യൂവിംഗ് സ്റ്റഡീസ് ഓർ ഹൂ ആർ ഇൻ ദാറ്റ് കൺഫ്യൂഷൻ, ഏത് ലൈൻ ചൂസ് ചെയ്യണം, believe, if you are in doubt, always trust God. And you have to do, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. പഠിക്കണം എന്ന് വെച്ചാൽ അത് പഠിച്ചേ പറ്റൂ, അതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല, അത് പഠിക്കണം. യു ഹാവ് ടു സ്റ്റഡി. ഇഫ് യു ഷോ യുവർ ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിൽ കർത്താവ് കുറച്ച് വേറെ വഴി കൂടെ ഒക്കെ നിങ്ങളെ കൊണ്ടുപോയി അത് പഠിപ്പിക്കും. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. God taught me so many things and I believe that he will use me more and I want to be used for his glory. Yeah, so thank you for sharing the testimony. Actually, Karnam, I'll tell you one thing. There are people who doesn't have like 12th അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു PG ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണും, ജോലി ഇല്ലാതൊക്കെ. അപ്പൊ അവർ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വന്നിട്ട് 10th ഫെയിൽ 12th ഫെയിൽ ഒക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എസ്പെഷ്യലി നമ്മളൊരു ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും ഏറ്റവും വലുത്. അതിനൊക്കെ പോവാതെ മാറി നിൽക്കുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എനിക്ക്. കാരണം അവിടെ ചെല്ലുമ്പോ ആൾക്കാർ ചോദിക്കും, മോന് ജോലി ആയില്ലേ, മോക്ക് ജോലി ആയില്ലേ, കല്യാണം ആയില്ലേ, ഇതായില്ലേ, എന്താ പറയാ, അത് പാസ്സായില്ലേ, അടുത്ത. അതെ അതെ അതെ, ഇറ്റ് ഇസ് റിയലി ഹാർഡ് ഫോർ അത് ഒത്തിരി പേർക്ക് അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. I will say as parents also, sorry I'm cutting you, as parents they also have to, now I understand, I mean you also have to be supportive and understand the interest of the child also. If my dad, just imagine if ende daddy annu force ചെയ്ത് എന്നെ മെഡിസിനിൽ നീ പോണം, 10 പ്രാവശ്യം എഴുതിയാലും നീ you will do medicine only, but he understood my interest in music. അതുകൊണ്ട് 11th ആയി 12th ആവാതിരിക്കുന്ന സമയത്ത് he figured out ഓഡിയോ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്യാം, അതിന് 11th മാത്രം. സോ ഹി പ്രിപ്പയർഡ്. ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ ആ സൈഡിലോട്ട് പുഷ് ചെയ്തു. സോ അത് പേരൻസ് മനസ്സിലാക്കണം. അത് ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ മൈ ഡാഡ്. ആ ഒരു ഡാഡി, മമ്മി, ഓൾ ദ ഫാമിലി മെമ്പേഴ്സ്. വുഡ് യു ഇമാജിൻ, എന്റെ 13 attempts ഉണ്ടായിരുന്നു for that one paper, but full and subjects three times I've given all the subjects, physics, chemistry, English, maths, everything 3 times. The third time I was with my uncle. My auntie is a doctor, is a dentist. They serve in a remote village. I told you they have a school. Avade ഞാൻ പോയി ഒരു വർഷം നിന്ന് പഠിച്ചു. മ്യൂസിക് ഇല്ലാതെ, മൈൻഡ് യു സ്റ്റെഫി, മ്യൂസിക് ഇല്ലാതെ രാവിലെ ഡിവോഷൻ ഇരുന്ന് വായിക്കുന്ന മാത്രം, അതൊഴിച്ച് ഒന്നുമില്ലായിരുന്നു. റിസൾട്ട് വന്നപ്പം ആ വർഷവും പൊട്ടി. അന്ന് എന്റെ ആന്റി എന്നെ പഠിപ്പിച്ചേ. ആന്റി പറഞ്ഞു, മൈ അങ്കിൾ, അച്ഛാ മ്യൂസിക് ഇല്ലാതെ വരെ ഞാൻ ഇവനെ പഠിപ്പിച്ചു, നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇതെങ്ങനെ സംഭവിച്ചു. ക്യാൻ യു ഇമാജിൻ? ഫോക്കസ്ഡ് സ്റ്റഡീസ്. ഒരു അറിയത്തില്ല, ഇപ്പൊ ഞാൻ ആ 3rd ഇയർ ഞാൻ ആക്ച്വലി പാസ് ആവേണ്ടത് ആ വർഷം, അങ്ങനെ പ്രിപ്പയർ ചെയ്ത്. സോ കർത്താവ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ. സോ പേരൻസ് അന്ന് സപ്പോർട്ടീവ് അല്ലായിരുന്നെങ്കിൽ it would have been very difficult for me. So yeah, that is true. അത് കറക്റ്റ് ആണ്. കാരണം നമ്മള് കേൾക്കുന്നതിനേക്കാൾ നമുക്കൊന്നെങ്കിൽ നമുക്ക് മാറിയിരിക്കാം, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കാം. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന അവരാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കുന്നത് അവരാണ്. Yet they are supporting us എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. മോറോവർ ചില സമയത്ത് അവരവരുടെ വിഷമത്തിൽ എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് അപ്പം മനസ്സിലായില്ലെങ്കിലും when we become, നമ്മൾ ആ ഒരു
അപ്പൊ നമ്മ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും സി ഹൗ മച്ച് പ്രഷർ അല്ലെങ്കിൽ എത്രത്തോളം അവർ അത്രത്തോളം സഫർ ചെയ്തു നമുക്ക് ആ ഒരു ടൈം വരുമ്പോൾ മനസ്സിലാവും. അവർക്കും ഷെയിം ഉണ്ടാവല്ലോ. പിള്ളേർ അങ്ങനെ. ബട്ട് ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ പഠിക്കേണ്ട കാലത്ത് പഠിക്കണം, അത് ഉറപ്പായിട്ടും. പിന്നെ കർത്താവിന് വേറെ പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് ഫാമിലി ആയിട്ട് തന്നെ അറിയണം. എവറിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കോളിംഗ്. So I just wanted to say, so don't take my example as an excuse. പഠിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയി എടുക്കല്ലേ. റോബിൻസൺ ചാലു ഫെയിൽ ആയല്ലോ എന്ന് പറഞ്ഞ് പഠിക്കാതൊന്നും ഇരിക്കല്ലേ. You should finish your studies. Obviously primary responsibility as a student അത് ചെയ്തേക്കണം, അത് ചെയ്യണം. That is really correct. ഞാനിപ്പം HR കൂടെ ആണ് നോക്കുന്നത്. അപ്പൊ HR ഇരിക്കുന്നുണ്ട്. We know how much ആ ഒരു സ്ട്രഗിൾ, ഒരാളുടെ സ്ട്രഗിൾ നമ്മൾ കുറെയൊക്കെ കാണുന്നതാണ്. അപ്പം പഠിക്കുന്ന സമയത്ത് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മച്ച്. നമ്മുടെ ആ കറക്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്, എനിക്ക് ആകെ 3 വർഷമുള്ളൂ അല്ലെങ്കിൽ 4 വർഷമേ ഉള്ളൂ, ഇൻ ദാറ്റ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തോളാം എന്നൊക്കെ ഉള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത്. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ everything matters എന്ന് നമുക്ക് മനസ്സിലാവും. And it should not be too late to understand that. അത് കുറച്ച് ഏർലി ആയിട്ട് മനസ്സിലാവുമ്പോൾ ഇറ്റ് ഈസ് റിയലി ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് ഏതെങ്കിലും പ്രോബ്ലംസിൽ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ ഷുഡ് ബി ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. കർത്താവ് കൺട്രോൾ ആണെന്ന റിയാക്ഷൻ. അത് 2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന റിയാക്ഷൻ അല്ല. അത് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കി വരുന്ന റിയാക്ഷൻ. ആങ്ഷ്യസ്, ഡു നോട്ട് ബി ആങ്ഷ്യസ് ഫോർ എനിത്തിങ്. ആങ്സൈറ്റി ഇസ് നോട്ട് ഗുഡ് ഫോർ ബിലീവേഴ്സ്. സോ ആരായാലും, യൂത്ത് ആയാലും പിള്ളേരായാലും പേരൻസ്, ഓൾഡ് പീപ്പിൾ, being anxious is not good for our health. So our first reaction to any problem, any situation should be God is in control. So give me the grace. One day at a time, right? One day at a time, yes, obviously. Okay, thank you so much. Sorry, I took a little more time. No, that's okay. It was really amazing. അതാണ് ഞാൻ പറഞ്ഞത്, at the end of നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് ടെസ്റ്റിമണി. And I am so thankful for sharing the testimony because കുറെ ആൾക്കാരുണ്ട് അത് ഈ ദിവസങ്ങളിൽ എനിക്കത് കുറെ ആൾക്കാരുടെ മെസ്സേജസും എല്ലാം വരുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബിക്കോസ് പീപ്പിൾ ആർ സോ ആൻഷ്യസ്. കാരണം അവരുടെ ആ ഒരു ടൈമിങ്ങിൽ നമ്മള്, എനിക്ക് തോന്നുന്നു ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ലൈക്ക് ക്രിസ്ത്യൻ ഇതിലാണ് വളർന്നു വന്നത്. മെനി ആർ ദർ. അവർ ആ ഒരു 12th വരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒന്നും അല്ലാതെ എന്തോ ഒരു നടുക്കടലിൽ കൊണ്ടിരുന്ന പോലെയാണ് യൂത്ത്സിനെ ചെയ്യുന്നത്. കാരണം അവർ പുറത്ത് പോയിട്ട് വലിയൊരു കോളേജിൽ പോലും പഠിക്കുമ്പോൾ they don't know what to do, how to react, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നടുക്ക് പോയി നിൽക്കുകയാണ് അവർ. സോ അവർക്ക് ആൻഷ്യസ് ആവരുതെന്ന് അവരോട് പറയുമ്പോൾ we don't know what else to do. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അവർക്ക് എന്താണ് ഈ അടുത്തത് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അല്ലെങ്കിൽ സി ഐ ഹാവ് ബീൻ ത്രൂ ദിസ്, ഇത്രയുമൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് വരാ എന്നൊരാൾ പറയുമ്പോഴാണ് അവർക്ക് ഓക്കെ സി അത് ആരാണ് ഈ പറയുന്നത് എന്നൊക്കെ ഒരു തിങ്കിങ് വരുമ്പോഴാണ് will be feeling like okay ഇത് കുഴപ്പമില്ല എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. സോ ഇറ്റ് ഈസ് റിയലി അമേസിംഗ്. അത് ഷെയർ ചെയ്തതിൽ സോ താങ്ക്ഫുൾ. താങ്ക് യു. പറഞ്ഞോളൂ. നോ ഞാൻ പറഞ്ഞ അന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അന്നൊരു ഷെയിം ഫുൾ ഒരു കാര്യമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ഐ എം പബ്ലിക്ലി ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ടെൽ ഇറ്റ് ടു അതേഴ്സ്. ആൾക്കാരോട്, 2 ആൾക്കാരോട് പറയാൻ ഇപ്പൊ എനിക്കൊരു മടിയില്ല. Because I know God has used me. I mean, God will use me. നമുക്കൊക്കെ കുറവുകളുണ്ട്, പക്ഷെ കർത്താവ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ. സോ ദാറ്റ് ഇസ്, അത് അന്നും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ദാറ്റ്സ് വൈ ഐ സെഡ് അന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ നമുക്ക് അന്ന് എന്തോ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് നമുക്കത് ആ റിയാക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ക്രിസ്ത്യൻ ലൈഫ്. ഏത് സാഹചര്യം വന്നാലും God is in control. ആ ഒരു റിയാക്ഷൻ നമുക്ക് വേണം, അത് ഏത് ചെറിയ കാര്യങ്ങളായാലും. സോ yeah, always remember that God is in control. Yeah, that should be your first reaction, which is very difficult. That is true. It is very difficult. കാരണം ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നെങ്കിൽ ആൻസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്നത് വേറെ എന്തെങ്കിലും ദേഷ്യം, വിഷമം, സങ്കടം. നമ്മുടെ പ്ലാൻസ് ഉണ്ടാക്കാൻ തുടങ്ങും ആ റിയാക്ഷൻ. സോ അത് നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യണം നമ്മുടെ മൈൻഡ്. സോ ദാറ്റ്സ് എ കോൺഷ്യസ് എഫേർട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ബൗൺസ് ബാക്ക് തിങ്ക് ചെയ്യും. നമ്മള് ശരിയാണ്, വിൽ ഗോ ഡൗൺ, ദാറ്റ് ഇസ് ഫോർ ഷുവർ. കാരണം നമ്മുടെ മനുഷ്യന്റെ ആ ഒരു ക്യാരക്ടർ ആണ് നമ്മുടെ ആ ഒരു ഗോയിങ് ഡൗൺ.
പക്ഷെ അതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് അത് എനിക്ക് തോന്നുന്നു അത് ദൈവത്തിന്റെ അടുത്ത് തന്നെ മേടിക്കണം നമുക്ക്. അത് മേടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. ലൈക്ക് ഇവൻ തോ നമുക്കൊരു ഒരു ആൻസൈറ്റി വന്നാലും 5 minutes ഓക്കെ ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്നുള്ളൊരു ആ ഒരു ബൗൺസ് ബാക്കിംഗ് പവർ എടുക്കാൻ ട്രൈ ചെയ്യാം അല്ലെ. എവറിബഡി ഇന്ന് എനിക്കും അതാണ് പറയാനുള്ളത്. And thank you once again. Thank you, Robinson, for sharing such an amazing testimony and your our journey. Thank you so much. പിന്നെ amazing songs, രണ്ട് നല്ല beautiful songs പാടിത്തന്നു. Thank you so much for that also. And may God bless you and may God use you for amazing കുറെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഉപയോഗിക്കട്ടെ. Especially family ആയിട്ട് ദൈവം bless ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you so much. God bless you. Thank you. Thank you for having me. It was my pleasure. Thank you. So bye everybody. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഓടിയത് അധ്വാനിച്ചതൊന്നും വെറുതെ ആവരുത്. ദൈവനാമം മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനി നമുക്ക് സെഷൻസ് കുറെ വരുന്നതുകൊണ്ട് നമ്മുടെ അപ്കമിങ് സെഷൻസ് എടുത്ത് നോക്കാം. പാരന്റിങ്ങിന്റെ സെഷൻസ് വരുന്നുണ്ട്, ബുള്ളിങ്ങിന്റെ സെഷൻസ് വരുന്നുണ്ട്. ദീസ് ഓൾ ആർ അമേസിംഗ് പീപ്പിൾ. കുറെ നല്ല ആൾക്കാർ വന്ന് നമുക്ക് കുറെ ഇൻഫർമേഷൻ തരുന്നുണ്ട്, അവരുടെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. And if you want to be a part of our ministry, ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ടു ഷെയർ ആൻഡ് ഇത് പലരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ help us and do subscribe our channel also. Thank you so much. May God bless you all. നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.